ഗൈസ് നമ്മുടെ എൽസ മുങ്ങിയല്ലോ. എൽസ 3 മുങ്ങിയിട്ട് അതിനെ ലൊക്കേഷനൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓഷ്യൻ പൈനീർ എന്ന് പറഞ്ഞ ടഗിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ USL കമാൻഡിലാണ്. എൻ്റെ കൂടെ ഉള്ളത് രാഹുൽ മാസ്റ്ററാണ്. പിന്നെ ഉള്ളത് കണ്ടില്ലേ പറഞ്ഞ പേര് സുമിത്. സുമിത്തിൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് തൃശ്ശൂരാണല്ലേ സുമിത്തെ? ഇവർ പിന്നെ ഒരുപാട് വീഡിയോസ് നമ്മളിതിനെ കാണുന്നുണ്ട്. അപ്പോൾ അതിലുള്ളൊരു സത്യം എന്താണെന്ന് അറിയാതെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കുറേ പേര് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യം മനസ്സിലായിട്ടുണ്ട്. ഇന്ന് നമുക്ക് പിന്നെ സമരമുഖത്തെ ചില പുതിയ ഭടന്മാരെ പരിചയപ്പെടാം. അവരുടെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുള്ള കുറച്ച് റിപ്ലൈ കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇതാരെയും കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിലൊരു സത്യാവസ്ഥ എല്ലാവരും അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ എൽസ 3 മുങ്ങിയ സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടതും കടലിൻ്റെ അടിയിൽ ഞങ്ങൾ മുങ്ങിയിട്ടില്ല അല്ലേ? അത്രയും വലിയൊരു സീ കണ്ടീഷനിലാണ് നമ്മളവിടെ പോയി വന്നത്. പിന്നെ വേണമെങ്കിൽ ടഗ്മാസിനോട് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ക്യാമറമാൻ ചാടുന്നതിനൊപ്പം നമ്മൾ ചാടാൻ നോക്കി. പിന്നെ അദ്ദേഹം ചാടിയില്ല, ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചാടിയില്ല എന്ന് പറഞ്ഞു അല്ലേ? ദൂരം പുറത്തു വരുന്നത് വിഴിഞ്ഞത്ത് ഈ കപ്പൽ ആങ്കർ ചെയ്തിരുന്നു. ബർത്തിലുണ്ടായിരുന്ന സമയത്ത് 3 കപ്പലുണ്ടായിരുന്നു. ഒന്ന് MSC ടൈഗർ F എന്ന് പറഞ്ഞ കപ്പൽ, പിന്നെ AS ആൽവ. ഈ 3 ഷിപ്പുകളും അവിടെ ബർത്തിലുണ്ടായിരുന്നതിൻ്റെ ചിത്രം സൂം സെൻസിറ്റി എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ വീഡിയോയിൽ പുറത്തു വന്നിട്ടുണ്ട്. ബർത്തിൽ കിടക്കുമ്പോൾ തന്നെ കപ്പലിൽ ഒരു ചെരിവുണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ചെരിവുണ്ടായിരുന്ന കപ്പൽ തുടക്കം മുതലേ അതിന് കുഴപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനത്തെ സൂം ഡെസ്റ്റിനി എന്ന ചാനലിൽ കപ്പൽ ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ചെരിവുള്ളതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അതിനൊരു ഭയങ്കര ഇഷ്യൂ ആക്കിയിട്ടാണ് ഈ ഒരു ചാനൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മറുനാടൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൽ കൂടി ഒരു വീഡിയോ ഉണ്ട്. അടുത്ത് നമുക്ക് അത് കാണാം. എന്ന പേരിൽ തുടങ്ങിയ ഈ യൂട്യൂബ് ചാനൽ വിഴിഞ്ഞത്തെ കപ്പൽ ഗതാഗതം അടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ചാനലാണ്. സൂം ഡെസ്റ്റിനി വളരെ വ്യക്തമായി തന്നെ ഈ കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് വിശദീകരിക്കുന്നുണ്ട്. MSC എൽസ 3-നൊപ്പം മറ്റ് 2 കപ്പലുകൾ കൂടി ഈ സമയം അവിടെ ഉണ്ടായിരുന്നു. ഈ ഭാഗം ചിത്രീകരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു MSC എൽസ 3-ന് ചെരിവുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ പ്രധാന ഹബ് ആകാൻ പോകുന്ന തുറമുഖം. 3 ഫീഡർഷിപ്പുകൾ ബർത്തിലുണ്ട്. ഈ കാണുന്ന 1ാമത്തെ ബർത്തിൽ കാണുന്നത് എൽസ 3 എന്ന ഫീഡർഷിപ്പാണ്. മറ്റു 2 കപ്പലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൽസ 3ക്ക് ഒരു ചരിവുണ്ട്. ആ ചരിവ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. മുന്നിൽ കാണുന്ന ടൈഗർ F, AS ആൽവ എന്നീ ഫീഡർഷിപ്പുകൾക്ക് ചരിവ് ഇല്ല. കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു സാധാരണക്കാരൻ യൂട്യൂബർ കണ്ടെത്തിയതാണ് ഈ ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു ഈ കപ്പലിന് ചെരിവുണ്ടെന്ന്. എന്ന് വെച്ചാൽ ഈ കപ്പൽ ലോഡ് ചെയ്തപ്പോൾ തന്നെ അതിന് കുഴപ്പമുണ്ടായിരുന്നു എന്നർത്ഥം. ലോകത്തെ കപ്പൽ ചരക്ക് ഗതാഗതത്തിന്റെ 20% ബിസിനസ്സും കൈകാര്യം ചെയ്യുന്ന MSC എന്ന കമ്പനിയുടെ ഒരു കപ്പലിന് ഇങ്ങനെ ചെരിഞ്ഞ് ലോഡ് ചെയ്താൽ അത് മറിയുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്നേക്കാൾ കൂടുതൽ കപ്പൽ ലോഡ് ചെയ്യുന്നത് കാണുന്ന ആൾക്കാരാണ് ഇവർ. കാരണം ഇവരാണ് ഈ കപ്പൽ ബർത്ത് ചെയ്ത സ്ഥലത്ത് നിന്ന് പുള്ളി ചെയ്തിട്ട് കടലിലേക്ക് കൊണ്ടുപോകുന്ന ടഗിലെ മാസ്റ്റേഴ്സാണ് ഇവർ. അപ്പോൾ എനിക്ക് ചോദ്യം, രാഹുൽ എപ്പോഴെങ്കിലും ഒരു കപ്പൽ ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ഇനി കണ്ടെയ്നർ ആവണമെന്നില്ല, ഇവിടെ വേറെ വരുന്നില്ല. അപ്പോൾ അവർ എപ്പോഴെങ്കിലും ചെറിയ ചെരിവുള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് സുമിത്തിന്റെ അഭിപ്രായം? അപ്പോൾ ഈ ചെരിവ് ഒരു നോർമൽ സംഗതിയാണ്. ഒരു കപ്പൽ ലോഡ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് അധികം നമ്മൾ ലോഡ് ചെയ്താൽ ആ സൈഡിലേക്ക് ചെരിയും. അത് കഴിഞ്ഞിട്ട് അടുത്ത തവണ ഇങ്ങോട്ട് ലോഡ് ചെയ്തിട്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ബലാസ്റ്റ് വാട്ടർ വെച്ചിട്ടാണ് ഈ ഒരു ചെരിവിനെ മാനേജ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊരു വലിയ സംഭവമല്ല. മറുനാടൻ ചേട്ടൻ ഇതൊരു ഭയങ്കര സംഭവമായിട്ട് മെഡിറ്ററേനിയൻ കമ്പനിക്ക് എത്രയോ കാലത്ത് പരിചയമുണ്ട്. അവർക്കിത് ചെരിഞ്ഞുകൊണ്ട് ഇത് മുങ്ങുമോ അറിയില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട ചേട്ടൻ, നിങ്ങൾ ഈ പകുതി അറിവ് വെച്ചിട്ട്, ഞാൻ ഭയങ്കര അറിവുള്ള ആളൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക ഇതെങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ തോന്നുകയാണ് ശരിയാണെങ്കിൽ മാത്രം പറയാം. വെറുതെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് MSC എന്നുള്ളൊരു കമ്പനി, വലിയൊരു കമ്പനി മുക്കിക്കളഞ്ഞത് അല്ല. MSC നല്ലതാണെന്നല്ല എൻ്റെ അഭിപ്രായം. പക്ഷേ പൊട്ടത്തരം പറഞ്ഞിട്ട് ആ ഒരു കമ്പനീനെ മുക്കി പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ആളുകളെ പേടിപ്പിക്കാനും അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് കൂട്ടാനൊക്കെ ആണെങ്കിൽ അത് വളരെ തെറ്റാണ്. നമുക്ക് ഫസ്റ്റത്തെ പിന്നെ നാടകനാട്ടിലേക്ക് തിരിച്ചു വരാം. അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റേ ആളുണ്ട്, BJPയുടെ നേതാവ് കൂടി ഉണ്ട്. അത്രയധികം കാരണം സുനിൽ എന്താ വിചാരിച്ചു 12 കോട്ട് പെയിന്റ് ഒക്കെയാണ് കപ്പലിന് പുറത്തടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ കാലിമേക്കായ അത് കയറി പിടിക്കും. അപ്പോൾ അതിന് കെമിക്കൽസ് കലർന്ന 12ഉം 15ഉം കോട്ട് പെയിന്റ് ഒക്കെ അടിക്കുന്നു. ഷീറ്റിനേക്കാൾ തിക്നെസ്സിൽ പെയിന്റ് ഉണ്ടാകും. ഈ പെയിന്റ് ചുരണ്ടി ഉരുകിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്യും? ഓയിൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യും? അദ്ദേഹം പറയുന്നത് പിന്നെ കപ്പലിൽ 12 കോട്ട് പെയിന്റ് അടിക്കേണ്ടതാണ്. ഈ കടലിൽ അടിച്ച പെയിന്റൊക്കെ എവിടെ കൊണ്ട് കളയുന്നതാണ് പുള്ളി ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സാർ, പെയിന്റ് എന്ന് പറഞ്ഞത് പിന്നെ വീട്ടിൽ പെയിന്റ് അടിക്കണമെങ്കിൽ എത്ര ചിലവുണ്ടോ? വരും അല്ലേ? എന്നിട്ട് ഈ 12 കോട്ട് കപ്പലിൽ, അതും നമ്മൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെയിന്റ് 12 കോട്ടൊക്കെ അടിക്കാന്ന് പറഞ്ഞാൽ പിന്നെ കപ്പൽ മുതലാളിക്ക് പെയിന്റ് അടിക്കാൻ സമയം ഉണ്ടാവും അല്ലേ?
ഇതൊരു മയം വേണ്ടേ? യൂഷ്വലി നമ്മൾ ഒരു DFT കണക്കാനുള്ള ഇതിന് പെയിന്റ് അടിക്കാനുള്ളത്, ഡ്രൈ ഫിലിം തിക്നെസ്. അത് ജനറലി 3 കോട്ടാണ്. ഫസ്റ്റ് പ്രൈമർ, സെക്കൻഡ് കോട്ട്, ഫിനിഷ് കോട്ട്. ഈ 3 കോട്ടേ അടിക്കുകയുള്ളൂ. ഹള്ളിന് അടിക്കുന്നത് സ്പെഷ്യൽ പെയിൻ്റാണ്. അതിപ്പോൾ അടിക്കുന്നത് TBT ഫ്രീ പെയിൻസുകളാണ്. അപ്പോൾ അതിനൊക്കെ ഓരോ റെഗുലേഷൻ ഉണ്ട്. വെറുതെ ഇങ്ങനെ വന്നിട്ട് അവർ 12 കോട്ട് പെയിൻ്റ് അടിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഡ്രൈ ഡോക്ക് ചെയ്തിട്ടില്ലേ സുമിത്ത്? ഡ്രൈ ഡോക്ക് ചെയ്യുമ്പോൾ ആ ഷിപ്പിൻ്റെ ഹള്ളിൽ മുഴുവൻ പെയിൻറ് നമ്മൾ കളയില്ലേ? കളഞ്ഞിട്ടാണല്ലോ പുതിയ കോട്ട് അടിക്കുക. ബെയർ മെറ്റൽ ആക്കിയാണ് പുതിയ കോട്ട് അടിക്കുക മിക്ക കപ്പലുകളും. അപ്പോൾ ആ പെയിൻ്റൊക്കെ എന്താവും ടിജി ചേട്ടാ? വെറുതെ പറയുന്നത് കേട്ടോ. ഒരു എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഇങ്ങനെ ലുക്കായിട്ട് പറയാനാണെങ്കിൽ വേറെ കഥ നമ്മൾക്കുണ്ട് അല്ലേ? അതൊക്കെ പറയാലോ. ഇനി മുമ്പ് ഇവിടെ അവസാനിച്ചിട്ടില്ല, ഇനിയുണ്ട്, കാണാം. അല്ലെങ്കിൽ തടയുക, പിടിക്കുക, ഈ നാശനഷ്ടം നമ്മൾ ഇതിന് കാശ് മുടക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആര് തരും ഈ കാശ്? ഒന്നും തരാൻ പോലില്ല. ആര് തരും? ഈ ക്യാപ്റ്റൻ ഇപ്പോഴത്തേക്ക് കടന്നു കാണും. ക്യാപ്റ്റൻ റഷ്യക്കാരനാണ്. ഇതിൽ 20 ഫിലിപ്പ്, ഞാൻ പറയുന്നത് ഈ 21 ജോലിക്കാരെ ഇവരെ ആദ്യം ഇറക്കി വിട്ടു. ക്യാപ്റ്റനും ഫസ്റ്റ് എഞ്ചിനീയറും സെക്കൻഡ് എഞ്ചിനീയറും കപ്പലിൽ തന്നെ നിന്നു. അവർ കുറേ നേരം കൂടെ കഴിഞ്ഞാണ്. അത്രയും നേരം അവർ നിൽക്കാൻ കഴിയുന്നത്. അതാരോ പറഞ്ഞു വിട്ടു. അതായത് 26 ഡിഗ്രി, എനിക്കറിയില്ല, ചേട്ടൻ എഞ്ചിനീയർ ആയതുകൊണ്ട് 26 ഡിഗ്രി മാത്രം ചെറിയ ഒരു കപ്പല് 12 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി മുങ്ങി എന്നുള്ളത് സംശയകരമാണ് എന്ന് ഒരു വാദം കിട്ടും. പ്രയാസമാണ്. കപ്പൽ അങ്ങനെ പെട്ടെന്ന് മുങ്ങൊന്നുമില്ല. ഒരു കപ്പൽ നമ്മൾ ശരിക്കും സീൽ ചെയ്തിട്ട് ചുമ്മാ കടലിൽ അങ്ങ് ചവിട്ടി താഴ്ത്തി കഴിഞ്ഞാൽ ഫുട്ബോൾ പോലെ മുങ്ങി വരും. അപ്പോൾ ഈ ക്യാപ്റ്റനും മറ്റും മുക്കാൻ നിന്നതാണെന്ന് ഞാൻ ഊഹിക്കുള്ളൂ. ഒരു അറയിൽ വെള്ളം കയറിയിരിക്കുന്നു. ആ അറയുമായിട്ട് കപ്പൽ ഇങ്ങനെ ചെറിയ നിൽക്കണം. ബാക്കി അറയിൽ കൂടെ കയറിയാലേ ഇത് മുഴുവൻ ശരിയുള്ളൂ. ഈ ഒറ്റ അറ വെച്ച് കംപ്ലീറ്റ് കപ്പൽ മറിയില്ല. ഇനി മറിയാനാണെങ്കിൽ തന്നെ ഒരാഴ്ചയൊക്കെ എടുക്കും. അതാണ് ഓളത്തിൽപ്പെട്ട് ഇങ്ങനെ ചെയ്തിട്ട് പതുക്കെ ആയിട്ട് രണ്ടും ചെയ്യുക, വിട്ടുകളയുക. 2 കാലം കൂടെ തുറന്നിരുന്ന മുങ്ങിപ്പെടാൻ പോകും. പിന്നെ ഇൻവെസ്റ്റിഗേഷനും ഇല്ല, ഒന്നുമില്ല. കാരണം പരിവമാകും. ഇതാണ് കപ്പലിന്റെ. സോ ഇൻ എവരി പോസിബിലിറ്റി 28 വർഷം പഴക്കമുള്ള കപ്പൽ ഇന്ത്യൻ തീരത്ത് അനുവദിച്ചു എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പുള്ളി പറയുന്നത് കപ്പലിലെ ചീഫ് എഞ്ചിനീയറും ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും ഫസ്റ്റ് എഞ്ചിനീയർ എന്തിനവിടെ നിന്നു എന്നുള്ളതാണ്. ഇതൊരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ഞാനും ഈ സംഭവം നടന്നപ്പോൾ ആലോചിച്ചതാണ്. യൂഷ്വലി ഇങ്ങനെ ലിസ്റ്റായ കപ്പലിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ആ ഒരു ആംഗിൾ ഓഫ് ഫ്ലോയിലായിട്ടാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ DB ടാങ്കിനെ പ്രസ്സപ്പ് ചെയ്തിട്ടും കാർഗോ ജെട്ടിസം ചെയ്തിട്ടൊക്കെയാണ് ഇതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് താഴെയുള്ള ബലാസ്റ്റ് ടാങ്കിൽ പ്രസ്സപ്പ് ചെയ്യുക എന്നുള്ളതാണ്. യൂഷ്വലി എല്ലാ കപ്പലിലും ബലാസ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത് ചീഫ് ഓഫീസറാണ്. അപ്പോൾ ശരിക്കും അവിടെ വേണ്ടിയിരുന്നത് ക്യാപ്റ്റനും ചീഫ് ഓഫീസറും സെക്കൻഡ് എഞ്ചിനീയറും ചീഫ് എഞ്ചിനീയറുമാണ്. പക്ഷെ അതിൽ ഈ ഒരു എല്ലാ സ്റ്റോറിയിലും ഇവർ 3 പേരും മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ എന്നുള്ളത് ഒരു ചെറിയൊരു സംശയത്തിന് നൽകുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത്, ഒരു കപ്പൽ മുങ്ങുമെന്ന് ഉറപ്പുള്ള സമയത്ത് ഓരോ സീഫറുടെയും ഇൻഡിവിജ്വൽ ചോയ്സാണ് അവിടെ നിൽക്കേണ്ടത് എന്നുള്ളത്. ക്യാപ്റ്റൻ അബാൻഡൻ ഷിപ്പ് എന്ന ഓർഡർ നൽകി കഴിഞ്ഞാൽ, കപ്പൽ ഇന്ന് ഇറങ്ങാനുള്ള ഒരു ഓർഡർ നൽകി കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ അവിടെ നിൽക്കണം പോകണം എന്നുള്ളത് അവരൊരു ഇൻഡിവിജ്വൽ ചോയ്സാണ്. ക്യാപ്റ്റൻ പറഞ്ഞിട്ട് കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ ക്യാപ്റ്റൻ എല്ലാവരും ഇറങ്ങി. ഒരാൾ പറയും ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റനോട് വന്ന് വിളിച്ചിട്ടുണ്ടെന്ന് വരില്ല, ഈ മയ്യത്തായിക്കൊന്നു തന്നെ പറയുള്ളൂ. അതിനൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എഴുതിയെടുത്തിട്ട് ആ പോകുന്ന ആൾക്ക് പോകാനുള്ള അവസരം നമ്മൾ കൊടുക്കും. അപ്പോൾ ജനറലി ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ 3 പേര് മാത്രം അവിടെ നിന്നു എന്നുള്ളത് ഒരു സംശയത്തിന് കാര്യമുണ്ട്. രണ്ടാമത് പുള്ളി പറയുന്നത് ഒരു കപ്പലിൻ്റെ ഒരു സൈഡിൽ വെള്ളം കയറിയിട്ട് ഒരു കപ്പൽ മുങ്ങാൻ 12 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ബൾക്ക് കാരിയറിലാണ് വെള്ളം കയറിയിട്ടുള്ളെങ്കിൽ 5 മിനിറ്റ് പോലും വേണ്ട ആ കപ്പൽ മുങ്ങാൻ. വെള്ളം കയറിയത് ഇൻ എ വേ ടു സബ്മേഴ്ജ് ദ വെസൽ, കപ്പൽ മുങ്ങാൻ കാരണമാകുന്ന രീതിയിലുള്ള ഒരു വെള്ളമാണ് വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കപ്പൽ വിത്തിൻ 1 to 2 hours മുങ്ങും. ഇനി ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ടീച്ചർ ചേട്ടൻ പറയുന്നുണ്ട്, ഒരു ടാങ്കിൽ മാത്രമാണ് വെള്ളം കയറിയിട്ടിരുന്നത്. ആസ് ഓഫ് നൗ ഒരു എവിഡൻസും ഇല്ല കപ്പലിന് തുള വീണു എന്നുള്ളത്. ഇന്നലെ മർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിലവർ പറയുന്നത് ബലാസ്റ്റ് ഓപ്പറേഷനിൽ വന്ന വീഴ്ചയാണ് ഈ ഒരു മുങ്ങലിന് കാരണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്കൊരു കോൺക്രീറ്റ് ഐഡിയ ഇല്ലാത്തത് കൊണ്ട്, ഒരു കോൺക്രീറ്റ് ആയിട്ട് ഇതാണ് ഇന്ന കാരണമാണ് എന്നില്ലാത്തത് കൊണ്ട് ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ പറയാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടമാണ്, വേണമെങ്കിൽ പറയാതിരിക്കാം. പക്ഷേ യൂഷ്വലി ഒരു ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ മുങ്ങുന്ന കപ്പലാണെങ്കിൽ 12 മണിക്കൂറൊന്നും വേണ്ട. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷനിലെ കപ്പൽ സ്റ്റേബിൾ ആയിരുന്നു. പിന്നീട് ഉണ്ടായ ഏതോ ഒരു ഓപ്പറേഷനിലാണ് കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയും കപ്പൽ മുങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഒന്നുകിൽ പ്രോഗ്രസീവ് ഫ്ലഡിങ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ഒരു കമ്പാർട്ട്മെൻറ്റിൽ വെള്ളം കയറി, ഈ കമ്പാർട്ട്മെൻറ്റിൽ വെള്ളം കയറിയ സമയത്ത്
ടോർഷണൽ സ്ട്രെസ് കാരണം അതിനകത്തെ വേറെ ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റ് കൂടി ബ്രീച്ചായി അതിലേക്കും വെള്ളം പോയി അങ്ങനെ മുങ്ങിയിരിക്കാം. അതല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് ഈ കപ്പൽ ചെരിഞ്ഞ കപ്പലിനെ നേരെയാക്കാനുള്ള ശ്രമത്തിനിടയിൽ റോങ് ആയിട്ടുള്ളൊരു ബലാസ്റ്റ് ഓപ്പറേഷൻ നടത്തിയിട്ട് അതിൻ്റെ GM നെഗറ്റീവായിട്ട് ക്യാപ്സൈസിങ് മൊമെൻ്റ് രൂപപ്പെട്ടിട്ടും മുങ്ങിയതായിരിക്കാം. ഈ 2 ചോയ്സാണുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 3 ക്യാപ്റ്റന്മാരെ ഓൾറെഡി മെർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണത്തിൻ്റെ ഭാഗമായി അവരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു മെർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നവരേക്കും നമ്മൾ ചാടിക്കയറിയിട്ട് ഇങ്ങനൊരു തീരുമാനം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ അവസാനിച്ചിട്ടില്ല പുള്ളിയുടെ നിയമനം കേട്ടോ. അടുത്തത് പുള്ളി പറയുന്നത് നമ്മളത് അനുവദിക്കാൻ പാടില്ല. ബട്ട് വി ആർ ഡെസ്പറേറ്റ് വി വാണ്ട് ടു ഷോ ദാറ്റ് വിഴിഞ്ഞത്ത് ഗംഭീര ബിസിനസ് നടക്കുന്നു. അതേസമയം ഇന്ത്യൻ തീരത്ത് മുക്കിയാൽ ഇന്ത്യക്കല്ലാതെ മറ്റു രാജ്യങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. നമ്മുടെ വാട്ടേഴ്സാണ്, അത് സുഖമായിട്ട് മുക്കാം. അദ്ദേഹം പറയുന്നത് കപ്പലിനെ ഇന്ത്യൻ ഗവൺമെൻറ് 28 വർഷം പഴക്കമുള്ള ഒരു കപ്പലിനെ ഇന്ത്യൻ ഗവൺമെൻറ് അനുവദിച്ചു എന്നുള്ളതാണ് വലിയ തെറ്റെന്നുള്ളതാണ്. അതിനെ നമുക്ക് കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. കാരണം MS ആക്ട് പ്രകാരം ഇന്ത്യയിലെ കപ്പലുകളിലൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ആക്റ്റാണ് മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട്. മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരം 30 വർഷത്തിന് താഴെയുള്ള കപ്പലുകൾ സീവർത്തി എന്ന് പറഞ്ഞാൽ കപ്പലിൽ പോകാൻ റെഡിയാണ് എന്ന് വിവിധ ഗവൺമെൻറ്റുകളും ക്ലാസിഫിക്കേഷൻ സൊസൈറ്റിയും അതുപോലെ ഫ്ലാഗ് സ്റ്റേറ്റുകളും എൻഡോസ് ചെയ്ത ഒരു കപ്പലിനെ നമ്മുടെ നാട്ടിൽ അനുവദിക്കാതിരിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് കഴിയില്ല. ഇതിലേക ഒരു വഴി എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ദിവസം പറയണം 20 വർഷത്തിൽ കൂടുതലുള്ള കപ്പൽ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ജനറലി അങ്ങനെ പറയാറില്ല. കാരണം ലോകത്ത് ഒരു 99% കാർഗോയിൽ മൂവ് ചെയ്യുന്നത് കപ്പലുകളിലൂടെയാണ്. അപ്പോൾ ഒരു ദിവസം പറയുകയാണ് നമ്മൾ 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കപ്പലോട് വരരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സീ ട്രേഡ് മുടങ്ങില്ലേ. അപ്പോൾ അത് ഗവൺമെൻറ്റിന് വലിയ നഷ്ടമാണ്. നമുക്ക് വരുന്ന സാധനങ്ങളുടെ എണ്ണം കുറയും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഗവൺമെൻറ് റിലാക്സ് ചെയ്തത്. പക്ഷേ നമ്മൾ US-ലേക്കുള്ള പോലെ ഒരു 20 വർഷത്തിന് കൂടുതൽ പ്രായമുള്ള കപ്പലുകളാണെങ്കിൽ 25 വർഷത്തിന് കൂടുതൽ പ്രായമുള്ള കപ്പലുകളാണെങ്കിൽ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള റൂളാണ് അവിടെ ഉള്ളത്. ഒരു കപ്പൽ വരുമ്പോൾ PSC വരുന്നു, അവരെല്ലാ അതിൻ്റെ ആസ്പെക്റ്റും ഇൻസ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ ആ കപ്പൽ സേഫ് ആണെന്ന് അവർ ഇൻസ്പെക്ട് ചെയ്തിട്ട് സേഫ് ആണെങ്കിൽ PSC ഇൻസ്പെക്ഷന് ശേഷം ഓക്കെ ആണെങ്കിൽ അവിടെ നിന്ന് കപ്പൽ വിടുള്ളൂ. അത്തരത്തിലൊരു വീഴ്ച മെർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. 28 വർഷം പഴക്കമുള്ളൊരു കപ്പലിന് ആരാണ് സീവർത്തി സർട്ടിഫിക്കറ്റ് നൽകിയത്, അല്ലെങ്കിൽ ഫിറ്റ് ടു സെയിൽ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല കേട്ടോ. എല്ലാ സർട്ടിഫിക്കറ്റും വാലിഡ് ആണെങ്കിൽ ആ വെസൽ ഫിറ്റ് ടു സെയിലാണ്. ആ സർട്ടിഫിക്കറ്റ് നൽകിയത് ആരാണ്, അവസാനമായി ആ കപ്പലിൻ്റെ പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ ഇൻസ്പെക്ഷൻ നടന്നത് എപ്പോഴാണ് നമ്മുടെ തീരത്ത് വന്നപ്പോൾ. ഇതൊക്കെ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് അതിൻ്റെ പുറകെ എന്തെങ്കിലും ലാപ്സ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നടപടി എടുക്കണം അല്ലേ. അല്ലാതെ നമ്മൾ ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയുന്ന കാര്യമില്ല. കാരണം നമ്മൾ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്, ആ സിസ്റ്റം നടന്നു പോകും. അത് ലൂപ്പ് ഹോൾസ് ഉണ്ടാവും, അത് കണ്ടെത്തിയിട്ട് അതിന് കാരണക്കാർ ആരാണോ അവരെ ശിക്ഷിക്കണം. അല്ലാതെ ബ്രോഡ് മൈൻഡഡ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെയോ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളൊരു കപ്പൽ എവിടെ ലോഡ് പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതുവരെയും ആ കണ്ടെയ്നറിൽ എന്താണെന്നുള്ളത് കസ്റ്റംസ് പുറത്തു വിട്ടിട്ടില്ല. യൂഷ്വലി ഒരു കപ്പൽ ഒരു പോർട്ടിൽ വന്നാൽ ആ കപ്പലിൻ്റെ ലോഡിങ് ചെയ്ത സാധനങ്ങളുടെ കാർഗോ മാനിഫെസ്റ്റ് അവിടുത്തെ ലോക്കൽ ഏജൻറ്റ് കസ്റ്റംസിന് കൈമാറും. അപ്പോൾ കസ്റ്റംസ് ഫുള്ളി അവെയറാണ് അതിനകത്ത് എന്ത് സാധനം ഉണ്ട് എന്നുള്ളത്. അതിനകത്തുള്ള സാധനം എന്താണെന്ന് ഇപ്പോൾ റിവീൽ ചെയ്താൽ എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഇത് പെറുക്കിയെടുക്കാൻ വേണ്ടി ചെല്ലുന്നുള്ള പേടിയായിരിക്കും. കാരണം അവിടെ കൊല്ലത്തെ എവിടെ എങ്ങാണ്ട് ഒരു തേക്കും തടി വന്നപ്പോൾ തന്നെ ആൾക്കാർ വീട്ടിലും മണലോ കുഴിച്ചിട്ടൊന്നും കേൾക്കണത്. അപ്പോൾ അതിനകത്തുള്ള വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കേരളക്കാർ അടിച്ചു മാറ്റും എന്നുള്ള സംശയം കൊണ്ടായിരിക്കും ഒരു പക്ഷേ അവരത് ഇപ്പോഴും റിലീസ് ചെയ്യാത്തത് അല്ലേ. വേറെ കാരണമൊന്നുമില്ല. പിന്നെ അതിനകത്തുള്ള എന്താണെന്ന് ലോകത്തോട് പറയുന്നതിന് ഒരു തെറ്റും കസ്റ്റംസിൻ്റെ ഭാഗത്തുണ്ട്, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് പേടിക്കുന്നില്ല, വേറെ കാരണമില്ല. അതിന് ഒരു പ്രധാന ഉദാഹരണം ആലപ്പുഴ തീരത്ത് എന്തോന്ന് വന്നു ആൾക്കാർ കൊണ്ടുപോയി, കേസായി. പിന്നെ കസ്റ്റംസ് പറഞ്ഞു നിങ്ങൾക്ക് തിരിവ് കിട്ടാണ്ട്, അതുകൊണ്ട് കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലാണ് കാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതായിരിക്കും അവരിതും പുറത്തുവിടാത്തത്. DG എന്താണ് എന്നുള്ള കാര്യം അവർ പുറത്തു വിട്ടു. അപ്പോൾ അതുകൊണ്ട് എന്തിനാ ചിലവ് പോയി തൊടാണ്ടിരിക്കാൻ. ചിലപ്പോൾ അത് മാത്രമായിരിക്കും, ഇതിനുള്ളിൽ ഭയങ്കര സ്ഫോടക വസ്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ആൾക്കാർക്ക് ഒരു പേടിക്കണ്ടാവല്ലോ പോയി തൊടാൻ. അങ്ങനെയെങ്കിലും ആ കാർഗോയെ പ്രൊട്ടക്ട് ചെയ്യാമെന്നുള്ളൊക്കെ ഒരു വിശ്വാസം കൊണ്ടായിരിക്കും. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഈ ഒരു അപകടം തീർച്ചയായിട്ടും
ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് യൂട്യൂബ് ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ പേരില്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കി ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ നടത്തി ഞാൻ തന്നെ സ്വയം മെയിൽ ടൈപ്പ് ചെയ്ത് ഇന്നൊരാൾ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ കഥയൊക്കെ പറയാതെ ആളുകളെ എന്താ പറയുക ബോധവൽക്കരിക്കുക അല്ലേ? ഈ സാധനങ്ങൾ വന്നാൽ തൊടാൻ പാടില്ല. ഈ എല്ലാ കണ്ടെയ്നറിൻ്റെ പുറത്ത് ഒരു നമ്പർ ഉണ്ടാവും, യുണീക്ക് സീരീസ് നമ്പർ ഉണ്ടാവും. അതിൻ്റെ പുറത്ത് IMDG കോഡ് ഡേഞ്ചറസ് ആണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റിക്കറും ഉണ്ടാവും. അതായത് നമ്മൾ ഈ പെട്രോളിൻ്റെ പുറത്തൊക്കെ ഇൻഫ്ലേമബിൾ അതുപോലത്തെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ കാണുമ്പോൾ തൊടാണ്ടിരിക്കുക, കണ്ട ഗവൺമെൻറ്റിനെ വിളിച്ചറിയിക്കുക. കഴിഞ്ഞ ദിവസം മെർക്കൻറ്റൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മീറ്റിങ്ങിൻ്റെ വിശദാംശങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് ബഹുമാനായ അജിത് കുമാരൻ സാറും അതുപോലെ ക്യാപ്റ്റൻ കലാമൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ നാടിന് നഷ്ടം വരുന്ന ഒരു കാര്യവും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവില്ല, മെർക്കൻറ്റൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ഒരു അപകടം കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ സിവിൽ ലയബിലിറ്റി ലോ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കമ്പനിക്കെതിരെ നിങ്ങൾക്ക് പരാതി കൊടുക്കാം, നിങ്ങൾക്ക് അവരെ സൂ ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഇടപെടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു MLA ഉണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിൽ ഓരോരുത്തർക്കും ഒരു MLA ഉണ്ട്. MLA പിടിക്കൂ, നിങ്ങളുടെ നാശനഷ്ടങ്ങൾ അദ്ദേഹത്തെ അറിയിക്കൂ. അദ്ദേഹത്തെ നിങ്ങളെ ഗവൺമെൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയൊക്കെ വെച്ചിട്ട് ഗവൺമെൻറ്റുമായി കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് വന്ന നഷ്ടങ്ങൾക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് ക്ലെയിം എടുക്കാവുന്നതാണ്. നോക്കൂ, അമേരിക്കയിലൊക്കെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു പാലം ഇടിഞ്ഞു നോക്കുക, ഇപ്പോൾ ഡാലി ഇൻസിഡൻറ്റ് ഉണ്ടായല്ലോ, അതുപോലെ ഒരു പാലം ഇടിഞ്ഞെന്ന് വെച്ചാൽ ആ പാലത്ത് കൂടെ പോകാൻ പറ്റാത്തവൻ ക്ലെയിം ചെയ്യും. ഈ പാലത്തോടെ എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല, ഇത്ര ദിവസം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, അത്രയും ദിവസം നഷ്ടപരിഹാരം നിങ്ങൾ തരണം. അവിടെ മീൻപിടുത്തക്കാരൻ മീൻ പിടിക്കാൻ പറ്റിയില്ല, അയാളും ക്ലെയിം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ റോഡിൽ കൂടെ ആ പാലം ഉള്ളത് കൊണ്ട് ഉപജീവനമുള്ള എല്ലാവരും ആ കമ്പനിക്കെതിരെ ക്ലെയിം ചെയ്ത് അവർക്കൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട്. അതേ റൂൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ നിങ്ങൾക്കും ഗവൺമെൻറ്റുമായിട്ട് കൂടി ചേർന്ന് ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വതമായ പരിഹാരത്തിന് ട്രൈ ചെയ്യാം എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ അതിന് ശ്രമിക്കാതെ വെറുതെ കിംവദന്തികൾ പറയുന്ന ഇവരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കരുത്, പ്രതികരിക്കണം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാവേണ്ട നഷ്ടപരിഹാരങ്ങൾ നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ എൽസ 3 മുഖ്യ കപ്പലിൻ്റെ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഇദ്ദേഹവുമാണ് ഈ മുതലിൽ നമ്മളെ കൂടെ ഉള്ളത്. കമാൻഡിൽ ഞാനാണെങ്കിലും ഈ സാധനം ഓടിക്കാൻ എനിക്കറിയാത്തത് കൊണ്ട് അവരാണ് ഇത് ഓടിക്കുന്നത്, ഇത് രണ്ടുപേരും കൂടെ. അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ, ടേക്ക് കെയർ.